IPLന്റെ റിട്ടൻഷൻ ലിസ്റ്റ് നേരത്തെ പ്രഖ്യാപിച്ചപ്പോൾ ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്തിനെ ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്താതിരുന്നത് വലിയ സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം DC-യിലൂടെ കരിയർ തുടങ്ങിയ ശേഷം ഇപ്പോൾ നായക സ്ഥാനത്ത് എത്തി നിൽക്കുന്ന അദ്ദേഹം തീർച്ചയായും ടീയിൽ തുടരുമെന്നാണ് എല്ലാവരും ഉറപ്പിച്ചിരുന്നത്. എന്നാൽ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ഋഷഭിനെ DC കൈയൊഴിഞ്ഞത്. ഋഷഭിനെ DC നിലനിർത്താത്തതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു. താരം കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെട്ടതായും ഇതേ തുടർന്ന് DC ടീം മാനേജ്മെന്റുമായി ഉടക്കി ടീം വിട്ടതാണെന്നുമായിരുന്നു ഒരു റിപ്പോർട്ട്. DC-യുടെ പരിശീലക സംഘത്തെ അടിമുടി അഴിച്ചു പണിതത് കാരണം ഋഷഭിനെ അവർ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നതായിരുന്നു മറ്റൊരു അഭ്യൂഹം. ഋഷഭ് DC വിട്ടതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മുൻ ഇതിഹാസം സുനിൽ ഗവാസ്കർ സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ വിശകലനം നടത്തവേ ഇതിനോടുള്ള താരത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. സ്റ്റാർ സ്പോർട്സിന്റെ പ്രൊമോ വീഡിയോയിലാണ് ഗവാസ്കർ ഇതേക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെയായിരുന്നു ഋഷഭിന്റെ കമന്റും പ്രത്യക്ഷപ്പെട്ടത്. IPLന്റെ മെഗാലേലത്തിൽ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് ഋഷഭ് പന്ത് തിരികെ എത്താനുള്ള സാധ്യതകളെ കുറിച്ചായിരുന്നു സുനിൽ ഗവാസ്കർ സംസാരിച്ചത്. ലേലത്തിന്റെ ഡൈനാമിക്സ് തീർത്തും വ്യത്യസ്തമാണ്. അത് എങ്ങനെയായിരിക്കും സംഭവിക്കുകയെന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഋഷഭിനെ സ്ക്വാഡിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഡൽഹി ആഗ്രഹിക്കുന്നുണ്ടാവുമെന്നാണ്. സാധാരണയായി കളിക്കാരെ നിലനിർത്തുമ്പോൾ ഫ്രാഞ്ചൈസിയും ആ താരവും തമ്മിൽ ഇതേക്കുറിച്ച് സംസാരിക്കും. പുതുക്കിയ ഫീസിനെ കുറിച്ചും അവർ ചർച്ച ചെയ്യും. ലേലത്തിന് മുൻപ് നിലനിർത്തിയിട്ടുള്ള ചില താരങ്ങളെ എടുത്താൽ ഒന്നാമനായി നിലനിർത്തേണ്ട കളിക്കാരന് അനുവദിക്കപ്പെട്ടതിനേക്കാൾ ഉയർന്ന പ്രതിഫലം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഋഷഭും ഡൽഹിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ലേലത്തിൽ അദ്ദേഹത്തെ DC തിരികെ എന്നായിരുന്നു ഗവാസ്കറുടെ വാക്കുകൾ. സ്റ്റാർ സ്പോർട്സ് എക്സിൽ പങ്കുവച്ചിട്ടുള്ള സുനിൽ ഗവാസ്കറുടെ ഈ വീഡിയോയ്ക്ക് താഴെയാണ് ഋഷഭ് പന്ത് പ്രതികരിച്ചിട്ടുള്ളത്. എന്റെ റിട്ടൻഷന് പണവുമായി ബന്ധമില്ലെന്ന് തനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുമെന്നായിരുന്നു ഋഷഭിന്റെ പ്രതികരണം. ഇതോടെ ഋഷഭ് DC വിടാൻ കാരണം പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കമല്ലെന്നും ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ്. മറ്റു ചില കാര്യങ്ങൾ DC ടീം മാനേജ്മെന്റുമായി താരത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാമെന്നും ഇതാവാം ഒഴിവാക്കിയതിനു പിന്നിലെ യഥാർത്ഥ കാരണമെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. ഋഷഭ് പന്തിനെ മെഗാലേലത്തിന് മുന്നോടിയായി കൈയൊഴിഞ്ഞ ഡൽഹി ക്യാപിറ്റൽസ് 4 താരങ്ങളെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെയാണ് ഇക്കൂട്ടത്തിൽ അവർ ഉയർന്ന പ്രതിഫലം നൽകിയത്. 16.5 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ DC ഒപ്പം നിർത്തിയത്. ഇന്ത്യയുടെ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിനെ 13.5 കോടി രൂപയ്ക്കും DC നിലനിർത്തിയിരുന്നു. സൗത്ത് ആഫ്രിക്കൻ യുവതാരം ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ് ലിസ്റ്റിലെ മൂന്നാമൻ. 10 കോടി രൂപയാണ് താരത്തിനായി DC മുടക്കിയത്. 4 കോടിക്ക് അൺക്യാപ്ഡ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ അഭിഷേക് പൊറേലിനെയും DC നിലനിർത്തുകയായിരുന്നു. ലേലത്തിന് മുൻപ് ഇനി 73 കോടി രൂപയാണ് DC-യുടെ പേഴ്സിൽ ബാക്കിയുള്ളത്.